ഏവർക്കും നമസ്കാരം. ഏപ്രിൽ 14 അഥവാ മേടം 1. നാം കേരളീയരും ലോകം എമ്പാടുമുള്ള മലയാളികളും കണ്ണനെ കണികണ്ട് കൈനീട്ടം നൽകി വിഷു ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ നവഗ്രഹങ്ങളിലെ രാജാവിന്റെ പദവി വഹിക്കുന്ന സൂര്യൻ മേടരാശിയിൽ പ്രവേശിക്കുന്നു. തുടർന്ന് ഒരു മാസക്കാലം, അതായത് മെയ് മാസം 14 തീയതി വരെയും സൂര്യൻ മേടരാശിയിൽ സഞ്ചരിക്കുന്നു. ഈ മാസത്തിൽ 2 പ്രധാന സവിശേഷതകൾ ഉണ്ട്. ഒന്ന്, സൂര്യൻ തന്റെ ഉച്ചരാശിയായ മേടത്തിൽ ഈ മാസം സഞ്ചരിക്കുന്നു. രണ്ടാമത്തെ സവിശേഷത, കഴിഞ്ഞ ഒരു വർഷമായി ഇടവരാശിയിൽ സഞ്ചരിച്ചു വരുന്ന സർവേശ്വരകാരകനായ വ്യാഴത്തിന്റെ രാശിമാറ്റം തന്നെയാണ്. മെയ് മാസം 14 തീയതി വ്യാഴം ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്ക് പ്രവേശിക്കുകയും തുടർന്ന് ഒരു വർഷക്കാലം ആ രാശിയിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നു. മേടരാശി എന്നത് സൂര്യന്റെ ഉച്ചരാശിയാകുന്നു. തൽഫലമായി മേടരാശിയിൽ പ്രവേശിക്കുന്ന സൂര്യൻ അതിബലവാനും സന്തുഷ്ടനും ആകുന്നു. പൂർണ്ണമായ അളവിൽ സൂര്യൻ ഈ രാശിയിൽ ഫലങ്ങളെ നൽകും. 12 രാശിക്കാർക്കും ഈ മേടമാസം ജീവിതത്തിൽ നൽകാവുന്ന അനുഭവങ്ങൾ അഥവാ ഫലങ്ങൾ എന്തെല്ലാമാകുമെന്ന് നമുക്ക് പരിശോധിക്കാം. അതിനു മുന്നോടിയായി മേടമാസത്തെ ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിക്കാം. സൂര്യൻ ഏപ്രിൽ മാസം 14 തീയതി മുതൽ മെയ് 14 വരെയും തന്റെ ഉച്ചരാശിയായ മേടരാശിയിൽ സഞ്ചരിക്കുന്നു. കുജൻ അഥവാ ചൊവ്വ തന്റെ നീചരാശിയായ കർക്കടകത്തിലാണ് ഈ മാസം സഞ്ചരിക്കുക. ബുധൻ നിലവിൽ മീനരാശിയിൽ സഞ്ചരിക്കുന്നു. എന്നാൽ മെയ് 7 തീയതി മുതൽ മേടരാശിയിൽ പ്രവേശിച്ച് സൂര്യന്റെ കൂടെ സഞ്ചരിക്കുന്നതാണ്. വ്യാഴം മെയ് 13 വരെയും ഇടവരാശിയിൽ സഞ്ചരിക്കുന്നു. എന്നാൽ തുടർന്ന് 14 തീയതി വ്യാഴം മിഥുനത്തിൽ പ്രവേശിക്കുകയും തുടർന്ന് ഒരു വർഷക്കാലം വ്യാഴം ഈ രാശിയിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നു. ശുക്രൻ തന്റെ ഉച്ചരാശിയായ മീനത്തിലാണ് ഈ മാസം സഞ്ചരിക്കുക. ശനി മീനരാശിയിൽ സഞ്ചരിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. തുടർന്ന് 2.5 വർഷക്കാലം ശനി മീനരാശിയിൽ സഞ്ചരിക്കുന്നതാണ്. രാഹുകേതുക്കൾ യഥാക്രമം മീനത്തിലും കന്നിയിലുമായി സഞ്ചരിക്കുന്നു. അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി 12 രാശിക്കാർക്കും അതിലെ 27 നക്ഷത്രജാതർക്കും മേടമാസത്തിൽ അനുഭവത്തിൽ വരാവുന്ന ഗുണാനുഭവങ്ങളും ദോഷങ്ങളും എന്തെല്ലാമാകുമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി മീനക്കൂറുകാർക്ക് മേടമാസത്തിൽ വരാൻ സാധ്യതയുള്ള ഫലങ്ങൾ എന്തെല്ലാമാകുമെന്ന് വിശകലനം ചെയ്യാം. പൂരോരുട്ടാതി, കാൽ, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. ഈ കൂറുകാർക്ക് ഈ മാസം ഏറ്റവും വലിയ ഒരു ആശ്വാസം ഏകുന്നത് ഈ കൂറുകാരുടെ ജന്മത്തിൽ ഇവർക്ക് ഏറെ ദുരിതങ്ങളും കഷ്ടനഷ്ടങ്ങളും വിതച്ച സൂര്യ രാഹുയോഗം നീങ്ങിയിരിക്കുന്നു എന്നതാണ്. സൂര്യൻ മീനരാശിയിൽ നിന്ന് മേടത്തിലേക്ക് ഉച്ചനായി പ്രവേശിച്ചിരിക്കുന്നു. സൂര്യൻ ഈ കൂറുകാരുടെ ജന്മത്തിൽ നിന്നും 2ാം ഭാവത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. 2ാം ഭാവം എന്നത് ധനഭാവമെന്നും വാക്സ്ഥാനമെന്നും അറിയപ്പെടുന്നു. പൊതുവെ സൂര്യൻ 2ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് സാമ്പത്തികമായ പ്രതിസന്ധികൾ, ധനക്ലേശം, ധനനഷ്ടം എന്നിവയെ എല്ലാം ഉണ്ടാക്കുമെന്നാണ് പറയുക. എന്നാൽ ഇവിടെ സൂര്യൻ തന്റെ ഉച്ചരാശിയായ മേടത്തിൽ അതിബലവാനായാണ് സഞ്ചരിക്കുന്നത് എന്നതിനാൽ പ്രതികൂലമായ ഫലങ്ങളെ സൂര്യൻ നൽകില്ല എന്നു മാത്രമല്ല, നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾക്ക് ഏറെ ആശ്വാസം ഏകുകയും ചെയ്യും. ഇവരുടെ സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞ് ധനാഗമത്തിനുള്ള വഴികൾ ഇവർക്ക് തുറന്ന് കിട്ടും. സൂര്യൻ എന്നത് മീനക്കൂറുകാരുടെ 6ാം ഭാവാധിപൻ ആകയാൽ ഇവർക്ക് സൂര്യൻ മത്സരവീര്യം, പോരാട്ടവീര്യം എന്നിവയെ നൽകും. അതുകൊണ്ട് തന്നെ ഈ കൂറുകാർ പരിശ്രമത്താൽ വരുമാന വർധനവ് ഈ മാസത്തിൽ നേടും. എന്നാൽ 2ാം ഭാവം എന്നത് വാക്സ്ഥാനം കൂടിയാകയാൽ 2ലെ സൂര്യൻ ചിലപ്പോൾ കോപം, എടുത്തുചാടിയുള്ള സംസാരം എന്നിവയ്ക്ക് ഇട നൽകാമെന്നതിനാൽ വാക്കുകളിലൊരു സംയമനം ഈ കൂറുകാർ പാലിക്കുക. അതുപോലെ പണം കടം കൊടുക്കുക, സാമ്പത്തികമായ ക്രയവിക്രയങ്ങൾ എന്നിവയിൽ വളരെ ശ്രദ്ധ പുലർത്തുക. വലിയ തുകയ്ക്ക് ആൾജാമ്യം നിൽക്കുമ്പോഴും വളരെ സുരക്ഷിതത്വവും വിശ്വാസ്യതയും ഇവർ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അപ്രതീക്ഷിതമായ ധനാഗമവും ഈ കൂറുകാർക്ക് ധനഭാവമായ 2ലൂടെ ഉച്ചനായ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ വന്നുചേരാവുന്ന ഗുണാനുഭവം ആണ്. ഈ കൂറുകാരുടെ രാശ്യാധിപനായ വ്യാഴം നിലവിൽ 3ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. പൊതുവെ 3ലെ വ്യാഴം ദോഷകരമായ ഫലങ്ങളെയാണ് നൽകുക. എന്നാൽ നിലവിൽ 3ാം ഭാവാധിപനായ ശുക്രൻ ജന്മരാശിയിലും രാശ്യാധിപനായ വ്യാഴം 3ലും പരിവർത്തനം ചെയ്ത് നിലവിൽ സഞ്ചരിക്കുന്നു. 3ാം ഭാവം എന്നത് സഹോദരഭാവം, ശൗര്യഭാവം, പരാക്രമഭാവം എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് ഈ സമയത്ത് സഹോദരഗുണം, ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം, ഊർജ്ജസ്വലത, ആത്മവിശ്വാസം എന്നിവ ഈ സമയത്ത് കൈവരും. ചൊവ്വ ഈ കൂറുകാരുടെ 5ാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. 5ാം ഭാവം എന്നത് സന്താനഭാവം എന്നാണ് അറിയപ്പെടുന്നത്.
ഈ ഭാവത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് സന്താനങ്ങൾക്ക് ശാരീരികമായ ക്ലേശങ്ങൾ, മാനസികമായ സംഘർഷങ്ങൾ, ദുരിതങ്ങൾ എന്നിവയെ എല്ലാം ഉണ്ടാക്കാം. കൂടാതെ സന്താനങ്ങൾക്ക് വിദ്യാതടസ്സം, പഠനത്തിൽ ഏകാഗ്രതയില്ലായ്മ, അലസത എന്നിവയെയും സൃഷ്ടിക്കാം. മത്സര പരീക്ഷകളിലും ഇവർക്ക് പരാജയം സംഭവിക്കാനുള്ള സാധ്യത ഏറെയാണ്. 5ാം ഭാവം എന്നത് ബുദ്ധി, ഓർമ്മ എന്നിവയെ കുറിക്കുന്നതിനാൽ ചൊവ്വ ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കാലതാമസം, വീഴ്ച, ആശയക്കുഴപ്പം എന്നിവയിലേക്ക് വഴിതെളിക്കാം. ബുധൻ ഈ കൂറുകാരുടെ ജന്മം, 2 എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. 1ാം ഭാവം അഥവാ ജന്മം എന്നത് ബുധന്റെ അനിഷ്ടഭാവമാകയാൽ ബുധൻ ഈ ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം. ബന്ധുമിത്രാദികളുമായ അഭിപ്രായ ഭിന്നതകൾ, ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ, ധനനഷ്ടം എന്നിവയെ ബുധൻ ജന്മത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുത്താം. എന്നാൽ തുടർന്ന് മെയ് 7-ാം തീയതി മുതൽ ഈ കൂറുകാരുടെ 2ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്ന ബുധൻ ഇവർക്ക് ഏറ്റവും ഗുണാനുഭവങ്ങളെ നൽകുകയും ചെയ്യുന്നു. 2ാം ഭാവം എന്നത് ബുധന്റെ ഇഷ്ടഭാവമാകയാൽ ഈ കൂറുകാർക്ക് ഗുണഫലങ്ങളെ പ്രദാനം ചെയ്യും. മനസ്സുഖം, സമാധാനം, ധനാഗമം, സാമ്പത്തികമായ പുരോഗതി എന്നിവയെല്ലാം 2ൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്ന ഗുണാനുഭവങ്ങൾ ആണ്. കൂടാതെ വാക്സ്ഥാനമായ 2ാം ഭാവത്തിലൂടെ ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് വാഗ്വൈഭവം, വാക്ചാരുത, നല്ല ആശയവിനിമയം എന്നിവയെയും നൽകുന്നു. ശുക്രൻ ഈ കൂറുകാരുടെ ജന്മത്തിൽ കൂടി തന്നെയാണ് സഞ്ചരിക്കുക. ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ വളരെയധികം ഗുണാനുഭവങ്ങളെ നൽകുന്നു. ശാരീരികമായ സൗഖ്യം, മാനസികമായ സന്തോഷം, ലൗകിക സുഖഭോഗങ്ങൾ എന്നിവ ഇവർക്ക് അനുഭവപ്പെടും. തടസ്സങ്ങൾ, പ്രതിസന്ധികൾ എന്നിവയിൽ നിന്നും മോചനം ലഭിക്കും. ധനപരമായ ഉന്നതി ഇവർക്ക് ഉണ്ടാകും. തൊഴിൽ രംഗത്ത് പ്രതിസന്ധികൾ നീങ്ങി കാര്യപുഷ്ടി ഉണ്ടാകും. കടബാധ്യതകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള മാർഗങ്ങളും ഉപായങ്ങളും വഴികളും ഇവർക്ക് മുന്നിൽ തുറന്നു കിട്ടും. വസ്ത്രലാഭം, വാഹനലാഭം, ഭൂമിലാഭം എന്നിവയും ശുക്രൻ ജന്മത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഗുണാനുഭവങ്ങൾ ആണ്. ശനി ഈ കൂറുകാരുടെ ജന്മത്തിലാണ് സഞ്ചരിക്കുന്നത്. ജന്മശനി എന്ന അവസ്ഥ 7 ശനിക്കാലത്തെ ഏറെ പ്രതികൂലമായ ഒരു അവസ്ഥയാണ് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുക. ശരീരസുഖം, ആരോഗ്യം, ഓജസ്, യശസ് എന്നിവയെ എല്ലാം ചിന്തിക്കുന്ന ഭാവമാണ് 1ാം ഭാവം എന്ന് അറിയപ്പെടുന്ന ജന്മം. അതുകൊണ്ട് തന്നെ ശാരീരികമായ ക്ലേശങ്ങൾ, അനാരോഗ്യം, രോഗം, മാനസികമായ സംഘർഷങ്ങൾ എന്നിവ എല്ലാം നേരിടാവുന്ന കാലമാണ് ശനി ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്ന കാലം. എന്നാൽ ഇവിടെ ശനി പ്രവേശിച്ചിരിക്കുന്നത് സർവേശ്വരകാരകനായ വ്യാഴത്തിന്റെ ക്ഷേത്രമായ മീനത്തിലാണ് എന്ന വസ്തുതയും ഓർക്കുക. വ്യാഴം എന്നത് ശനിയുടെ ശത്രുക്ഷേത്രമല്ല എന്നത് തന്നെ ശനിയുടെ ദോഷങ്ങളുടെ കാഠിന്യം ഒട്ടൊക്കെ കുറയ്ക്കുന്നു. മാത്രമല്ല വ്യാഴം എന്നത് മീനക്കൂറുകാരുടെ രാശ്യാധിപൻ തന്നെയാണ് എന്നും അറിയുക. അതുകൊണ്ട് തന്നെ മീനക്കൂറുകാർക്ക് ജന്മശനി അത്ര കണ്ട് ദുരിതങ്ങളെ നൽകില്ല എന്നുള്ളതും അറിയുക. എങ്കിലും ചിട്ടയായ ഒരു ജീവിതശൈലി ഈ കൂറുകാർ ഇക്കാലം പുലർത്തേണ്ടത് വളരെ അഭികാമ്യം ആകും. ശരീരത്തിന്റെ ആരോഗ്യത്തിന് യോഗ, വ്യായാമം എന്നിവയും മാനസികമായ ആരോഗ്യത്തിന് ധ്യാനം, ആത്മീയമായ ചിന്തകൾ, ഈശ്വര ചിന്തകൾ, സാത്വികമായ ചിന്തകൾ എന്നിവയും വളർത്തുക. അവ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കുകയും ചെയ്യുക. അപ്പോൾ മീനക്കൂറുകാർക്ക് സൂര്യന്റെ ഉച്ചസ്ഥിതിയാലും രാഹു സൂര്യയോഗത്തിൽ നിന്നും മുക്തി ലഭിച്ചതിനാലും ദുരിതങ്ങളുടെ ശ്വാസം മുട്ടലിൽ നിന്നും ഒരു മുക്തി ഇവർക്ക് ഈ മാസം വന്നുചേരുന്നു. ശുക്രൻ ഇവർക്ക് പൂർണ്ണമായും ഗുണഫലങ്ങളെ നൽകുന്നു. വ്യാഴം 3-ലാണെങ്കിലും ശുക്ര ഗുരു പരിവർത്തന യോഗത്താൽ ദോഷങ്ങളെ നൽകില്ല. ബുധൻ ഈ കൂറുകാർക്ക് ഈ മാസം അവസാന വാരത്തോടുകൂടി വളരെ അനുകൂലമായ ഫലങ്ങളെ നൽകുന്നു. ശനിയും ചൊവ്വയും ഈ കൂറുകാർക്ക് പ്രതികൂലരായി ഭവിക്കുന്നു. എങ്കിലും മീനക്കൂറുകാർ ദുരിതങ്ങളുടെ കയങ്ങളിൽ നിന്നും പതിയെ പതിയെ മുക്തിയും അതുമൂലം വളരെ വലിയ ആശ്വാസവും നേടുന്ന ഒരു മാസമാകും ഇത് എന്ന് അറിയുക. അപ്പോൾ മേടമാസത്തെ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി മീനക്കൂറുകാർക്ക് മേൽപ്പറഞ്ഞ അനുഭവങ്ങൾ വരാം. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായി തോന്നിയാൽ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും വിഷു ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.